അകലെയുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ സന്തോഷ് ജംഗ്ഷനിലെയും ദേശനിവാസികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യരാശിയെ രക്ഷിക്കുവാനാണ്. ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണമായിക്കൊണ്ട് നമുക്ക് ആ രക്ഷയെ നൽകി തന്നു. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. വേദപുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ 1600-ൽ പരം വർഷങ്ങൾ കൊണ്ട് 40-ൽ പരം എഴുത്തുകാരാൽ എഴുതപ്പെട്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. 40-ൽ പരം എഴുത്തുകാരാൽ എഴുതപ്പെട്ടു എന്ന് നാം പറയുമ്പോഴും നാം ഇത് വായിക്കുമ്പോൾ ഒരാൾ എഴുതിയെന്നേ മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അതിന് കാരണം ഇത് പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതിനാലാണ്. വിശുദ്ധ വേദപുസ്തകത്തെ തച്ചുടയ്ക്കുവാൻ കാലാകാലങ്ങളിലായി മത നേതാക്കന്മാർ, ചരിത്രകാരന്മാർ, ചക്രവർത്തിമാർ എല്ലാം പരിശ്രമിച്ചിട്ടും വളരെ ശക്തിയോടെ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അമൂല്യമായ ഗ്രന്ഥമാണ് ഈ വിശുദ്ധ വേദപുസ്തകം. ഇതിന് കാരണം ഇത് ദൈവത്തിന്റെ ശ്വാസമായതിനാലാണ്. ഇത്രയധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകവും ഇന്ന് ലോകത്തിലില്ല. ഇത്രയധികം വിച്ചരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകവും ഇന്ന് ലോകത്തിലില്ല. ഇത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്നലകളിൽ നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമുക്ക് ഓരോരുത്തർക്കും രക്ഷയെ നൽകുവാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ ദൈവം നമ്മളെ സ്നേഹിക്കത്തക്കവണ്ണം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണമായിക്കൊണ്ട് നമുക്ക് ആ രക്ഷയെ സൗജന്യമായി നൽകി തന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് മദ്യപാനത്തിനും പുകവലിക്കും മറ്റ് ലഹരി വസ്തുക്കൾക്കും ഒക്കെ അടിമപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നൽകി തന്ന ഈ കാലഘട്ടം, ഈ ആയുസ്, ആരോഗ്യം, അത് ഇതിനൊന്നും ചെലവഴിച്ച് നശിപ്പിക്കാനുള്ളതല്ല. വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയകളും ഒക്കെ പരിശോധിച്ചാൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന കേരളത്തിലും പുറത്തുമായി അനേകം നീചമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി കാണാനായിട്ട് കഴിയും. നമ്മുടെ തെറ്റായ ചിന്താഗതി ഇതിന് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് മാറ്റണമെങ്കിൽ, ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെങ്കിൽ നാം എല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ. യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. യേശു ക്രിസ്തു എന്റെ രക്ഷിതാവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയുക. യേശു ഈ ലോകത്തിൽ വന്ന് കാണിച്ചു തന്ന സ്നാനം എന്ന കൽപ്പന നാം ഓരോരുത്തരും സ്വീകരിക്കുക. ഞാൻ ഈ അനുഭവിച്ച യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാ ദേശനിവാസികളെയും വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പിന്മാറുവാൻ കഴിയുന്നതല്ല. യേശു ക്രിസ്തുവിന് നിത്യജീവൻ നൽകാൻ കഴിയും. യേശു ക്രിസ്തു തരുന്ന സ്നേഹം ലോകം തരുന്നത് പോലെയല്ല. യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.